PG വുഡ് ഹൗസിന്റെ ചില കഥാപാത്രങ്ങളാ വേഷം മാറിപ്പോട്ട് ചമ്മുന്നവര്. ചമ്മിയത് ഞാനല്ല. അത് മനസ്സിലായി. എന്റെ വുഡ് ബി ബ്രദറിലോ കക്ഷി ഞാൻ കണ്ടല്ലേ, അസല് ബുദ്ധിജീവിയാ. പക്ഷേ ബുദ്ധിജീവിയുടെ പെട്ടെന്ന് ചമ്മും. അത്രയ്ക്കൊന്നും കളിയാക്കണ്ട. ഓ നൊന്തോ? ഇപ്പൊ തന്നെ ഇങ്ങനെയാണെങ്കിൽ പിന്നെ കല്യാണം കഴിഞ്ഞായിരിക്കും. പോടാ. നിനക്ക് ഇഷ്ടമുള്ള ഇലയുടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഗൗരി എടുത്തിട്ട് കൈകൊണ്ട് എന്തുണ്ടാക്കിയാലും നല്ല സ്വാദാ. സോപ്പ് ഒന്നും ഇടണ്ട മോനെ, കഴിക്കും. ഗൗരി എടുത്തേ. അതിങ്ങനെ എടുത്തിട്ട് ഇല പൊളിച്ചിട്ട് ഇങ്ങനെ വച്ചു തരുമോ? ചെറിയ കുട്ടിയെന്ന് ഇപ്പോഴും വിചാരം. പെണ്ണ് കെട്ടിക്കൊണ്ട് വരാറായി. വേണം. ആ IAS വന്ന് ഗൗരി അടുത്ത് കൊണ്ടുപോയിട്ട് വേണം എഞ്ചി ഇങ്ങോട്ട് കൊണ്ടുവരാൻ. ഓ സഭ തുടങ്ങി. ഇന്നെന്താണോ വിഷയം? വിദ്യാർത്ഥി രാഷ്ട്രീയം. കേറി വരുമ്പോ ചില കമന്റ്സ് ഒക്കെ കേട്ടു. ഓ നീ ഇലയുടെ അവിടെ കൊണ്ടേ കൊടുക്ക്. അല്ല, ഇലയുടെ എല്ലാവർക്കും തകയോ? രാത്രിയിലത്തേക്ക് പറഞ്ഞാൽ എനിക്ക് വേണം കേട്ടോ. കൊണ്ടേ കൊടുക്കടാ. ഓ 4 ശ്ലോകം കേൾക്കാലെന്ന് വെച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. പൊളിറ്റിക്സ് ആണെങ്കിൽ ഞാൻ പോവാ. കുട്ടികൾ പഠിക്കണ്ടോ നോക്ക്. ഈ ത്രിസന്ധിക്കോ? ഇപ്പോഴങ്ങോട്ട് ചെന്ന് അവര് ടിവിയുടെ മുമ്പിലുണ്ടാവും. അതും പഠിപ്പിന്റെ ഭാഗം തന്നെയാണെന്ന് അവര് പറയണേ. അടാ, എല്ലാവർക്കും ഓരോന്നേ ഉള്ളൂ. സ്കൂൾ രാഷ്ട്രീയത്തെ പറ്റി വേണുവിന്റെ അഭിപ്രായം എന്താ? എന്റെ അഭിപ്രായം അടയില് കുറച്ചുകൂടി നാളികേരാവായിരുന്നു. എടോ, ഞാൻ ആരാണ് കാര്യമല്ലോ ചോദിച്ചേ. സ്കൂൾ രാഷ്ട്രീയത്തെ പറ്റിയാ ചോദിച്ചേ. അത് എന്നെ ഞാൻ പറയണേ. കഴിഞ്ഞ ഒരാഴ്ച തെങ്ങ് കയറാൻ ഒരാളെ നോക്കണു. കിട്ടണ്ടേ? ഒരു നാളികേരം കൂടി ഉണ്ടായിരുന്നെങ്കിൽ അട ഒന്നും കൂടി ഗംഗമാക്കായിരുന്നു. ഇപ്പോഴത്തെ കുട്ടികളുടെ ഒക്കെ വർത്തമാനം കേട്ടാലേ ഒരക്ഷരം മനസ്സിലാവില്ല. ശരിയാ, ഒരക്ഷരം മനസ്സിലാവില്ല. അനന്തമജ്ഞാതമവർണ്ണനീയം. ഈ ലോകഗോളം അങ്ങനെ തുടങ്ങ ആന്നക്ഷരം. ഞാൻ ചൊല്ലാം. ആഹാരജിച്ചു. ഒന്ന് നിർത്ത. താൻ ചൊല്ലി തീരുമ്പോഴേക്കും നേരം വെളുക്കും. 3ാമത്തെ വരിയിലെ ആദ്യ അക്ഷരം ആ. ഞാൻ ചൊല്ലാം. സുധർമാമുനിയോടയോധ്യയിൽ കരരായോരണവന്നൊരന്തിയിൽ അതിചിന്ത വഹിച്ചു സീത പോയി സ്ഥിതി ചെയ്ത പോവാൻ കണ്ടൊരു നേരം. എന്താ ചെയ്യ ഈശ്വര. വൃന്ദാവനം ആസ്വദിച്ച് കഴിച്ചോ. ചേച്ചിയുടെ കൈകൊണ്ട് ഉണ്ടാക്കിയതിന്റെ സ്വാദ് ഇനി കുറച്ചു ദിവസം കൂടെ ഉള്ളൂ. ഗൗരി എടുത്തി ഗൾഫിൽ പോവാ? ഗൗരി എടുത്തി പോകും. ഓ കല്യാണം. എന്റെ പോക്ക് ഇന്ന് എന്തൊരു ഉത്സാഹം. എവിടെ വേണു? 2-3 ദിവസമായി. അന്ന് അമ്പലത്തിൽ പോയി വന്നതിന് ശേഷമുള്ള ഉത്സാഹമാ. ഒരു കളിതമാശ. ഇനിയിപ്പോ നീയും കൂടി ഒന്ന് മനസ്സ് വെച്ചാ കല്യാണം വേഗം അങ്ങോട്ട് നടത്താം. ഗൗരി എടുത്തിയുടെ കല്യാണക്കാരിയല്ലേ, ഞാൻ എന്തിനും റെഡി. അതെനിക്കറിയാം. നിനക്കും വേണമല്ലോ ഒരു പെണ്ണ്. അതൊക്കെ സമയമാകുമ്പോ നോക്കാന്ന്. ആദ്യം ഗൗരി എടുത്തിയുടെ കാര്യം. ഗൗരിയുടെ കല്യാണം നടക്കണമെങ്കിൽ നിന്റെ കല്യാണം നടക്കണം. പെൺമക്കൾ പുരനിറഞ്ഞു നിന്നാ അതിന്റെ വിഷമം ഒരു അച്ഛനെ അറിയൂ. എത്ര ആലോചനകൾ വന്നവക്ക്. ജാതകം ചേരാണ്ടൊക്കെ മുടങ്ങിയില്ലേ. ഗൗരിയുടെ കാര്യം ആയതുകൊണ്ട് നീ സമ്മതിക്കുമെന്ന് വെച്ച് ഞാൻ വാക്കു കൊടുത്തു. എന്ത്? നന്ദഗോപാലന്റെ അനുജത്തി മിടുക്കിയാണെന്ന് സ്വാമി മാസ്റ്റർ എന്ന് പറഞ്ഞു. നീ ഒന്ന് എന്നെ കാണണം. നീ ഒന്നും പറഞ്ഞില്ല. ഇതിലും നല്ലൊരു ബന്ധം നമുക്കിനി കിട്ടില്ല. ഇങ്ങനെ പെട്ടെന്നൊരു കല്യാണം എന്നൊക്കെ പറഞ്ഞാ ഞാൻ പറഞ്ഞാൽ നീ മറുത്തു പറയില്ല എന്ന് തോന്നി. മറ്റന്നാ കുട്ടിയെ കാണാൻ ചെല്ലുമെന്ന് പറഞ്ഞു സ്വാമി മാസ്റ്ററോട്. 2 കല്യാണം ഒരുമിച്ച് നടത്തണമെന്ന് അവര് പറയുന്നത്. ഇനി ഒരു തീരുമാനമെടുക്കേണ്ടത് നീയാണ്. അച്ഛൻ ചെന്ന് കണ്ടാ മതി. അതെ, ഇങ്ങനെ കണ്ണിന്റെ മുമ്പിൽ നിന്ന് ഒഴിഞ്ഞു മാറിയ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയുന്നാവും. കഴിയും. ഗൗരിയത്തെ കുറിച്ച് ആലോചിച്ചാൽ മതി. ആ മുഖത്തെ സന്തോഷം കണ്ടപ്പോ ദൈവനിശ്ചയിതാവും. അതിനെ എതിർക്കാനുള്ള അഹങ്കാരമൊന്നും എനിക്കില്ല. നീ വെറുതെ തത്വജ്ഞാനം പറയാണ്. സ്വന്തം കാര്യം ആലോചിക്കണ്ട. ചിലപ്പോ സ്വന്തം കാര്യം മാത്രം ആലോചിച്ചാല് ഇല്ലാണ്ടാവണത് ഗൗരിയത്തിന്റെ ജീവിതമല്ലേ. സ്നേഹത്തിന് ഇങ്ങനെയും ചില രീതികളുണ്ട് വേണോട്ടാ. അകലം പഠിക്കേണ്ട രീതികള്.
അപ്പോ നമ്മുടെ സ്നേഹത്തിന് ഒരു വിലയില്ല? സ്നേഹത്തിന് എന്നും വിലയുണ്ട്. ഏട്ടനും അനിയത്തിയും തമ്മിൽ സ്നേഹം ഉണ്ടാവില്ലേ? സുഹൃത്തുക്കൾ തമ്മിൽ സ്നേഹം ഉണ്ടാവില്ലേ? എന്തിന് ഒരു തീവണ്ടി മുറിയിൽ ഒന്നിച്ച് സഞ്ചരിക്കുന്നവർ തമ്മിലും സ്നേഹം ഉണ്ടാവില്ലേ വേണോട്ടാ? സ്നേഹത്തിന്റെ വില കൂടുക സ്വാർത്ഥതയില്ലാത്തപ്പോഴാ. ഇനി വേണോട്ടന്റെ അനിയത്തിയ രാധ, അതും എന്റെ ഭാഗ്യ. പിന്നെ ആ മഹാരാജാവ് ആ കാടിനകത്ത് പോയി. നീ ഇവിടെ ഒന്ന് കളിച്ചു നിൽക്കുക. ഉമ്മാർക്ക് ആ ചായ ഒന്ന് കൊണ്ടുപോയി കൊടുക്ക. അതിനവിടെ അയാൾ വന്നിട്ടില്ലല്ലോ. പൂച്ചമാഷും ഒരു വയസ്സിനല്ലേ ഉള്ളൂ. അവർക്ക് വല്യം കൊടുത്താ മതി. പറയണോ ഒന്ന് കേക്കോ അമ്മേ. എന്ത് കഷ്ടം ഇത്. പിന്നെ വാ, ചായ കൊണ്ട് കൊടുക്കാം. അവരൊന്നും വേണ്ടാന്നേ. വല്യമ്മ പൊയ്ക്കോളൂ, ഞാൻ വന്നോളാം. പോ. എന്തായാലും വേണുവിനൊന്ന് വരായിരുന്നു. ഇങ്ങനത്തെ ചടങ്ങിലൊന്നും അവന് വിശ്വാസം ഇല്ലാന്ന് ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു കാര്യേ. പിന്നെ ഞാൻ പറയുന്നതിനപ്പുറം ഇല്ല അവൻ. അമ്മൂ ദാ വരണോ. കുട്ടി വരുന്നുണ്ട്, നഖശിഖാന്തം കണ്ടോളൂ. ഇതെന്താത്? അമ്മ ഇവിടെ, ഞാനിവിടെ ഉണ്ട്. എല്ലാവർക്കും ചായ കൊടുക്ക. എന്റെ അച്ഛന്റെ. ഇപ്പോഴത്തെ കുട്ടികൾക്ക് കാണണം, സംസാരിക്കണം എന്നൊക്കെ ഉണ്ടാവും. അമ്മൂനെ കാണണമെന്നോ മറ്റോ ഉണ്ടാവോ? കാണുന്നൊക്കെ നല്ലതാ, സംസാരിക്കണത് നല്ലതാ. നന്ദൻ കണ്ടാലും മതി. രാഘവ മാഷ് പറയണതിലും കാര്യമുണ്ട്. ജാതകത്തിൽ പ്രശ്നമുള്ളപ്പോ നന്ദന്റെ കല്യാണം ചിങ്ങത്തി നടക്കട്ടെ. അമ്മുന്റെ കല്യാണമാണ് ആദ്യം നടക്കേണ്ടത്. എനിക്കും അത് തന്നെയാ താല്പര്യം. പക്ഷെ ജ്യോത്സ്യന്മാരിങ്ങനെ പറയുമ്പോ ഒന്നല്ല 3 ആളെ കാണിച്ചു ഞാൻ. എന്നാ ചിങ്ങത്തി 2 നടത്താം. വേണുവിന് ഒരൊറ്റ നിർബന്ധമേ ഉള്ളൂ, ജോലി കിട്ടിയിട്ട് മതി കല്യാണം. അവൻ പറയണത് ശരിയാണല്ലോ. അമ്മൂന്റെ കല്യാണം ഏതായാലും ഇവിടെ വെച്ചിട്ട് തന്നെ വേണം. മാഷക്ക് മാഷിന്റെ മകളുടെ കല്യാണം അവിടെ വെച്ചിട്ട് വേണമെന്നുണ്ടാവുമല്ലോ. അതെ അതെ, എനിക്ക് ഒന്നല്ലേ ഉള്ളൂ. നന്ദന്റെ കല്യാണം ഇവിടെ വെച്ച് നടത്തണമെന്ന് നമ്മൾ നിർബന്ധം പിടിക്കണമെന്ന് ശരിയല്ല. എല്ലാരും അങ്ങനെ പറയണമെന്ന് വെച്ചാ ഞാനൊന്നുകൂടെ ആലോചിക്കട്ടെ. 2 കല്യാണങ്ങൾ തമ്മില് 2-3 മാസത്തെ ഇട ഉണ്ടാവുന്നത് ഒരു കണക്കിന് നല്ലതാണ്. അത് സത്യം. അപ്പോ ഞങ്ങൾ ഇറങ്ങുക. 3-4 മാസം എന്നുള്ളത് ഇതാന്ന് പറയുമ്പോഴേക്കും അങ്ങോട്ട് പോകും. ഇവിടെ ഇപ്പൊ ഒരുക്കങ്ങൾ തുടങ്ങാറായി അല്ല? എന്താ ഒരു ആലോചന? അമ്മുവിന്റെ സൂക്കറിന്റെ കാര്യം അവരോടൊന്ന് പറയണ്ടേ? അതിനിപ്പോ അവളൊക്കെ എന്താ ഒരു സൂക്കട് ഉള്ളത്? ഗുളിക കഴിക്കണ കാര്യമാണോ? 4 കൊല്ലം കഴിച്ചാ മാറുന്നല്ലേ ഡോക്ടർ പറഞ്ഞ്. ഇനി 2-3 മാസം കൂടി കല്യാണം ആവുമ്പോഴേക്കും മുഴുവനും മാറും. അതൊക്കെ ശരി തന്നെ. എന്നാലും ഒരെന്നാലും ഇല്ല. നമ്മൾ നുണയൊന്നും പറയുന്നില്ലല്ലോ. മുത്തിരിക്കാട്ടില് സീതയുടെ സ്ഥിതി എന്തായിരുന്നു? എന്നിട്ട് ഇപ്പോഴോ കുട്ടികൾ 3 വല്ല തകരാറുണ്ടോ? നേരത്തെ പറഞ്ഞു എന്ന് വെച്ചാല് എനിക്കൊരു സമാധാനാവും. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ. എന്താണാവോ? ഇപ്പൊ ഇല്ലാത്ത ഈ സൂക്കിനെ പറ്റി എന്തിനാ ഈ വെറുതെ പറയണത്? അത് പറഞ്ഞിട്ട് ഈ ആലോചന വെറുതെ മുടക്കണോ? മുടങ്ങൂന്ന് വെച്ചാ മുടങ്ങട്ടെ. നമ്മൾ പറഞ്ഞു പറ്റിച്ചു നാളെ പറയാൻ ഇടവരരുത്. നന്ദാ, ദൈവം സഹായിച്ച അവൾക്ക് ഒരു അസുഖമില്ല. എല്ലാരും കൂടി പറഞ്ഞുണ്ടാക്കാൻ ഞാൻ മതി. മോഹിനിക്ക് എഴുതിയല്ലോ. ചന്ദ്രമതിക്കൊന്ന് അയക്കാം. വരുമൊന്നും ഉണ്ടാവില്ല അത്ര ദൂരത്തുനിന്ന്, എന്നാലും അയക്കണം. അച്ഛൻ തന്ന ലിസ്റ്റിലൊക്കെ എഴുതി കഴിഞ്ഞു. എനിക്ക് എവരിടത്തോടു കൂടി കിട്ടിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയി. നിനക്ക് വേണ്ടേ? 10 രൂപ മതി. ഒരു 20 അവന് കൊടുത്തേക്ക്. ഇവന്റെ പെണ്ണിനെ കാണാൻ തിരക്കായി എനിക്ക്. പരമനുള്ളത് കൂടെ ഇതിലുണ്ട്. കള്ളു കുടിച്ച് കറങ്ങി നടക്കണ്ടേ? കുട്ടിമാമയെ ഒന്ന് സഹായിക്കാൻ പറയും കല്യാണത്തിന്റെ കാര്യങ്ങളിലൊക്കെ. ശരി, വരും മക്കളെ, വാ. എനിക്ക് സെലക്ഷൻ ഒന്നും അത്ര നിശ്ചയില്ല. കല്യാണപ്പുടവ മദ്രാസിൽ നിന്ന് വരുത്തിച്ചതാ. എന്നെ വിളിക്കായിരുന്നില്ലേ തുണി എടുക്കാൻ പോകുമ്പോ? നിനക്ക് ഇഷ്ടായില്ലേ? കുട്ടിമാവയുടെ ഭാര്യ ചിലപ്പോ കേട്ട് കേൾപ്പിച്ച് വരും. ആ ചെക്കനെങ്കിലും പറഞ്ഞയക്കാണ്ടിരിക്കില്ല. കാശ് എത്രയാച്ച കൊടുത്തേക്കാം, അവരെ ഇഷ്ടത്തിന് വാങ്ങിക്കോട്ടെ. ഇതും ഇട്ടോണ്ട് ഞാൻ കല്യാണ പന്തലൊരു വിലസലുണ്ട്. കല്യാണ പന്തല്ലോ ഇവിടെ ഒരാളതാ. നീ എങ്ങനെ കല്യാണത്തിന് വരിക? പിന്നെ അങ്ങോട്ട് കേറി ചെല്ലേണ്ട പെണ്ണല്ലേ നീ? അതിന് മുമ്പ് അങ്ങോട്ട് പോവാ. ഇതായി പസലായത്. നന്ദന്റെ ഒരേ ഒരു അനിയത്തിയെ പൊന്നാരി പെങ്ങളെ കല്യാണത്തിന് കൊണ്ടുപോയില്ലേ നന്ദ? അതിന് ചില ചടങ്ങുകളൊക്കെ ഉണ്ട്. മൂത്തർ പറഞ്ഞ അനുസരിക്ക്. ആ വീട്ടിലെ പെണ്ണിനെ കല്യാണം കഴിക്കുന്നുണ്ട്. എനിക്ക് നന്ദന്റെ കല്യാണത്തിനോട് വരാൻ പറ്റില്ലെന്ന് അല്ലേ? ആ അത് തന്നെ. എന്നാ നന്ദൻ വേറെ കല്യാണം കഴിച്ചോട്ടെ. വീട്ടിൽ തന്നെ പറയാതെ.
ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ അല്ലേ അമ്മൂസ വരുന്നത്? നിങ്ങൾ എങ്ങോട്ട് വേണേലും വന്നോ പോയിക്കോ, എനിക്കെന്താ? എന്നെ കൂട്ടാതെ കല്യാണത്തിന് പോയാലേ അപ്പൊ കാണാൻ അങ്ങോട്ട് സ്വഭാവം. അബദ്ധാവോ? പിന്നെ അബദ്ധാവും, അല്ലെങ്കിൽ അബദ്ധാക്കും ഞാൻ. അമ്മൂട്ട് കളിക്കുന്ന ഞാൻ കല്യാണത്തിന് വരണ്ട പോലും. വീട്ടി വെള്ളം തിളയ്ക്കുമ്പോ പാത്രം പൊള്ളൂന്നറിയാത്ത വീട്ടി, ഇതും കൂടി അറിയില്ലേ പിന്നെ നീ എങ്ങനെയാ ഒരു കുടുംബം പുലർത്താൻ പോണത്? എന്താ കൈ പൊള്ളിയതാ. ഇങ്ങടുത്താ, ഞാൻ ഉണ്ടാക്കാം. നീ ഉമ്മർത്ത് പോയിരിക്കും, നന്ദേട്ട ഒറ്റയ്ക്ക് അവിടെ. ചൂടുണ്ട് ചൂടുണ്ട് ചൂടുണ്ട്. അതെനിക്കറിയില്ലേ. ആ ഇവിടെ ഇപ്പൊ ഞങ്ങക്കിത് ശീലോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അച്ഛന്റെ വക, ഉച്ചക്കത്തെ ഊണ് എന്റെ ഊഴം, രാത്രിയിൽ എന്റെ രണ്ടാം ഊഴം, ചമ്മന്തി കഞ്ഞി ചുട്ട പപ്പടം. എന്തിനു പറയണ്, ഇവരടുത്തേക്ക് അറിയോ, ഞങ്ങളുടെ വയറിനൊക്കെ ഇപ്പൊ ബെസ്റ്റ് ടൈമാ. ഒരു സിംഗിൾ ഓംലേറ്റ് കഴിച്ച ഡബിൾ ആയിട്ട് പോവും. എന്ത് സുഖ. ഏയ് എന്താ ഒരു ഗൗരവം? ഗൗരവോ? എന്ത് ഗൗരവം? ഗൗരവൊന്നുമില്ല. യാത്രയൊക്കെ കഴിഞ്ഞ് വന്നല്ലേ, നന്ദേട്ടന് വിശക്കുണ്ടാവും. ഞാൻ വിളിക്കാം. നന്ദേട്ട, ഊണ് കാലായിരിക്കണു. അച്ഛനും വേണു വെയിറ്റ് ചെയ്യണം നമ്മളെ. ഒക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടാവും എന്റെ അനിയനോടല്ലേ? നന്ദേട്ടൻ എന്റെ ഭർത്താവ് ആവുന്നതിന് മുമ്പ് വേണു എന്റെ അനിയനാ. എങ്ങനെ പറയാന്നുണ്ട്, എങ്ങനെ പറയാതിരിക്കാന്നുണ്ട്. എന്താ വേണ്ടെന്നറിയാതെ നട്ടും തിരിയാ നന്ദേട്ടാ ഞാൻ. വരൂ. എന്റെ പ്രിപ്പറേഷനാ, എങ്ങനെയുണ്ടെന്ന് നോക്ക്. ഗൗരിയും കൂടി ഇരിക്കൂ. നിങ്ങളുടെയൊക്കെ കഴിയട്ടെ. മോഡേൺ പെയിന്റിങ്സിനെ കുറിച്ച് നന്ദേട്ടൻ എഴുതിയ ആർട്ടിക്കിൾ ഞാൻ വായിച്ചു, മനോഹരായിരുന്നു. രവിവർമ്മയുടെ കളർ സെൻസിനെ കുറിച്ച് അറിയാത്തവരാ ഇവിടെ വെസ്റ്റേൺ പെയിന്റിങ്സിനെ കുറിച്ച് ഘോരം പ്രസംഗിക്കുന്നത്. ഡാലിയും റംബ്രാൻഡും വാൻഗോഗും ഒക്കെ ഇവർക്ക് മന്ത്രം പോലെയാ. അതിനപ്പുറത്തുള്ളവരെ കുറിച്ച് ഒന്നും അറിയില്ല. നിങ്ങൾ ഇങ്ങനെ ചോറിന്റെ മുമ്പിൽ സംസാരിച്ചിരുന്നാലോ? ഊണ് കഴിക്കേ. പ്രൊഫസർക്ക് ഇനി 2 മാസം കൂടി ഉള്ളൂ, അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ജോയിൻ ചെയ്യാം. ഒരു ജോലി അത്ര വലിയ പ്രശ്നമൊന്നുമില്ല, അന്നേ ഞാൻ പറഞ്ഞല്ലേ. ഈ ജോലിയും അത്ര പ്രശ്നമൊന്നുമല്ല, 2 മാസം വെയിറ്റ് ചെയ്താൽ മതി. ആ ഗൗരവടുത്തി പുഷ്പടുത്തി കണ്ടിരുന്നു ഇന്നാള്. ഭയങ്കര പരിഭവത്തിലാ, കത്ത് എഴുതിയില്ല എന്നും പറഞ്ഞ്. നന്ദേട്ടാ, പുഷ്പേച്ചിയും ഇയാളും കൂടി ഒരു പണി ഒപ്പിച്ചു. പണ്ടാ പറയട്ടെ നന്ദേട്ടനോട്. രണ്ടാഴ്ച കൊണ്ട് നന്ദേട്ടന്റെ അതേ സീരിയസ്നെസ് കിട്ടിയിട്ടുണ്ട് ഗൗരിയടത്തേക്ക്. ഇതെങ്ങനെ ഒപ്പിച്ചെടുത്തു? ഗൗരിയടുത്തി, ആഹാ, ഇന്നലെ എത്തിയില്ലേ? ഇതാ, ഇന്ന് 2 പാൽ അധികം വേണമെന്ന് പറഞ്ഞയച്ചിരുന്നു. അമ്പലത്തിൽ പോണ വഴിയല്ല രാധേ? അല്ല, ഇത് കൊണ്ടുതരാൻ വന്നാ. ആ, 30 തിങ്കളാഴ്ചയല്ലേ ഇന്ന്? മംഗല്യഭാഗ്യത്തിന് നീ നോയമ്പെടുത്തിരുന്നതല്ലേ? 21 തിങ്കളാഴ്ച കഴിഞ്ഞപ്പോ? ഇല്ല, 14 നിർത്തി. ഭഗവതി പറഞ്ഞു മതിയെന്ന്. ആ, അത് പോട്ടെ, ഗൗരിയടുത്തിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയുണ്ട്? എന്ത് വിശേഷ രാധേ? ഗൗരിയടുത്തിന്റെ വർത്തമാനം കേൾക്കാനാ ഞാൻ തന്നെ രാവിലെ വന്നത്. പറയൂ. പറയാനുള്ളത് ഒരു യക്ഷിയുടെയും ഗന്ധർവന്റെയും കഥയാ. അത് പറഞ്ഞ നിനക്ക് മനസ്സിലാവില്ല. ഇത്ര ഉത്സാഹം ഇല്ലാണ്ട് ഗൗരിയടുത്തി ഞാൻ കണ്ടിട്ടേ ഇല്ലല്ലോ. എന്താ ഗൗരിയടുത്തി വല്ല പ്രശ്നവും? അതാണ് അറിയാത്തത്. പ്രശ്നം ഉണ്ടെന്നറിഞ്ഞാ സങ്കടപ്പെടാം, ഇല്ലാന്നറിഞ്ഞാ സന്തോഷിക്കാം. ഉണ്ടോ ഇല്ലയോ എന്നറിയാത്ത അവസ്ഥയാ കഷ്ടം. വേണു എണീക്കാറായിട്ടുണ്ടാവും. ഞാൻ അവന് ചായ കൊണ്ട് കൊടുക്കട്ടെ? വേണു, വേണു എണീക്ക്, ദാ ചായ. ഗൗരിയടുത്തി, ഇന്നലെ വന്നപ്പോ മുതലേ ശ്രദ്ധിക്ക, ഗൗരിയടുത്തി ആകെ മാറിയിട്ടുണ്ട്. ചോദിക്കാതിരിക്കാൻ പറ്റണില്ല, നിങ്ങൾ തമ്മിൽ എന്താ ഉണ്ടായത്? ഒന്നുമില്ല. അങ്ങനെ ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഒഴിയാൻ നോക്കണ്ട. ഈ കണ്ണും മുഖം കണ്ടാൽ എനിക്ക് അറിഞ്ഞൂടെ? എന്തുണ്ടെങ്കിലും എന്നോട് പറയാറുള്ളതല്ലേ ഗൗരിയടുത്തി? ഒന്നുമില്ല മോനെ. ഗൗരിയടുത്തി, എന്നോട് നുണയും പറഞ്ഞു തുടങ്ങിയോ? ഞാൻ എന്താ ഇപ്പൊ നുണ പറഞ്ഞത്? സത്യം മാത്രമേ പറയാവൂന്ന് എന്നെ പഠിപ്പിച്ച ഗൗരിയടുത്തില്ലേ? ഉള്ളു തുറന്നെല്ലാം സംസാരിക്കാറില്ലല്ലേ നമ്മള്? എന്നിട്ടിപ്പോ ചിലപ്പോ വലിയ വീട്ടിൽ പോകുമ്പോ ആളുകൾ ഇങ്ങനെ മാറുമായിരിക്കും. എന്താണെങ്കിലും എന്നോട് പറഞ്ഞോളൂ, ഞാനില്ലേ ഗൗരിയടുത്തിക്ക്? അത് തന്നെയാണ് ഇപ്പൊ എന്റെ പേടി. എന്താ പറയാ, എങ്ങനെയാ പറയാന്ന് എനിക്കറിയില്ല. പറയാതിരുന്നാല് ഒരു സത്യം മറച്ചു വെക്കലാവും. എന്താ കാര്യം? എന്തായാലും ഞാനത് അറിയട്ടെ. ഒരിക്കൽ നീ ഏതായാലും ഇതറിയും. നേരത്തെ അറിയുന്നതാണ്
ഒരു കണക്കിന് നല്ലത്. നന്ദേട്ടനും വീട്ടുകാരും ഒരു കാര്യം നമ്മളോട് മറച്ചു വെച്ചിരുന്നു. അമ്മു സുഖമില്ലാത്ത കുട്ടിയാണ്. എന്താ അസുഖം? അപസ്മാരം. കുറെ കാലായി തുടങ്ങിയിട്ട്. ഗുളിക കഴിച്ച് രോഗം മാറിയെന്ന് കരുതിയിരിക്കായിരുന്നു അവര്. എന്നിട്ട് 2 ദിവസം മുമ്പ് ഞാൻ നേരിട്ട് കണ്ടു. ഇതെന്താ നമ്മളോട് പറയാതിരുന്നെന്ന് ഗൗരിയടുത്തോടെ ചോദിച്ചൂല്ലേ? അതിന്റെ പേരില് നിങ്ങൾ തമ്മിൽ പിണങ്ങിയോ? 1ഉം 2ഉം പറഞ്ഞു. അമ്മുവിന്റെ കല്യാണം നടക്കുന്നുള്ള വിശ്വാസത്തിന്റെ പേരിലാണ് നന്ദേട്ടൻ എന്നെ കല്യാണം കഴിച്ചെന്ന് വരെ പറഞ്ഞു. അതിന്റെ അർത്ഥം? അർത്ഥം ഊഹിക്കാൻ നോക്കിയിട്ട് എനിക്ക് ഒരു ഉത്തരല്ല മോനെ കിട്ടുന്നത്. പല ഉത്തരങ്ങള്. ഇപ്പൊ നീ ഒന്നും പറയണ്ട, സാവധാനം ആലോചിക്ക്. എന്നിട്ട് എനിക്കൊരു കത്തെഴുതിയിട്. പോട്ടെ, അവിടെ ഇറങ്ങാൻ ധൃതി കൂട്ടാവും. ഞാൻ എന്തിനും തയ്യാറാണ്. നിന്റെ ഇഷ്ടമാണ് എന്നും എന്റെ ഇഷ്ടം. നേരം വൈകിയില്ലേ മീറ്റിങ്ങിന് പോണെന്ന് പറഞ്ഞിട്ട്? അമ്മുവിന്റെ കാര്യം നീ വേണോട് പറഞ്ഞു അല്ലേ? പറയാതിരിക്കാൻ കഴിഞ്ഞില്ല നന്ദേട്ട എനിക്ക്. എന്നിട്ട് വേണു കല്യാണത്തിന് തയ്യാറല്ലെന്ന് പറഞ്ഞു. അവനൊന്നും പറഞ്ഞില്ല. ആലോചിച്ച് സാവധാനം ഒരു തീരുമാനം എടുക്കട്ടെ. അമ്മുവിന്റെ കാര്യം നേരത്തെ കുട്ടി പറയണതല്ലേ എല്ലാവർക്കും നല്ലത്. ആർക്ക് നല്ലത്? നിങ്ങൾക്കോ? എന്ത് വിട്ടിട്ടാ കുട്ടി ഈ കാണിക്കണേ? ഇങ്ങനെ നിരാശപ്പെടപ്പ എന്താ ഉണ്ടായി? എനിക്കറിയില്ല കുട്ടിമാമേ. വേണുവിന്റെ കത്ത് വന്നിട്ടുണ്ട്. അവൻ എന്താ എഴുതിയിരിക്കണേ? ഞാൻ വായിച്ചു നോക്കിയില്ല. എനിക്ക് പേടി അത് തുറക്കാൻ. നന്ദനെ കുറിച്ച് നീ എന്തൊക്കെയോ തെറ്റിദ്ധരിച്ചിരിക്കുക. ശുദ്ധ പാവാണവൻ. ഒരു അനിയത്തിപ്രാന്തൻ, അത്ര തന്നെ. വിഷമം വരുമ്പോ എന്തൊക്കെയോ പറയും. ചില നേരത്ത് നന്ദേട്ടന്റെ ഭാവം കണ്ട എനിക്ക് പേടിയാവാണ് കുട്ടിമാമേ. മോള് ധൈര്യമായിട്ടിരിക്കൂ. ഈശ്വരൻ നമ്മളെ കൈവിടില്ല. വെറുതെ അതും ഇതും ആലോചിച്ച് മനസ്സ് പുണ്ണാക്കാതെ സമാധാനമായിട്ടിരിക്കും. ഗൗതം, ഡൽഹിയിൽ നിന്നുള്ള ഫൈനാൻഷ്യൽ എക്സ്പേർട്സ് നാളത്തെ മോർണിംഗ് ഫ്ലൈറ്റ് എത്തുന്നു. അറേഞ്ച് ടു പിക്ക് ദം അപ്പ് ഫ്രം ദ എയർപോർട്ട്. ടുമോറോ ഐ വിൽ മീറ്റ് ദം ഫസ്റ്റ് തിങ് ഇൻ ദ മോർണിംഗ്. യെസ് സർ. നന്ദേട്ടാ, വേണുവിന്റെ കത്തുണ്ട്. എന്താ വിശേഷം? ഞാൻ വായിച്ചില്ല. തുറക്കാൻ എനിക്ക് പേടിയാ. എന്തായാലും വായിക്കേ. വരാനുള്ളത് വഴി തങ്ങില്ല. വേണുവിന് കല്യാണത്തിന് സമ്മതാണ്. ജോലിയിൽ ജോയിൻ ചെയ്തിട്ട് എഴുതാന്ന് വെച്ചിട്ടാണെന്ന്. എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. അപ്പോഴത്തെ വിഷമം കൊണ്ട് എന്തൊക്കെയോ പറഞ്ഞു എന്നല്ലാണ്ട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല. നിനക്ക് വിഷമമെങ്കിൽ എന്നോട്. അരുത്. നന്ദേട്ടന്റെ ഭാര്യയാവാന്നുള്ളത് ഒരു ഭാഗ്യമായി കരുതുന്നവളാ ഞാൻ. ആ നന്ദേട്ടൻ ആരുടെ മുന്നിലും തലകുനിക്കുന്നത് താങ്ങാൻ എനിക്കാവില്ല. പക്ഷെ എന്റെ ഈ ജീവിതം അനിയൻ തന്ന ദാനായി പോയില്ല നന്ദേട്ട. അമ്മൂനെ നന്ദേട്ടൻ എത്ര വേണേലും സ്നേഹിച്ചോളൂ. എന്നെ വെറുക്കാൻ ഞാൻ മതി. നിന്നെ വെറുക്കാൻ എനിക്കാവില്ല ഗൗരി. അമ്മുവിന്റെ കല്യാണം മുടങ്ങാൻ നീ കാരണമായി പോവാന്നായിരുന്നു എന്റെ ഭയം. കഴിഞ്ഞതൊക്കെ ഒരു ദുസ്വപ്നമാണെന്ന് കരുതി മറക്ക്. ഇനി അമ്മുവിന്റെ കല്യാണം.
ഞാൻ ഇവിടെ വന്ന് നിൽക്കുക, അവരിറങ്ങാൻ വേണ്ടി തന്നെയും കാത്തു നിൽക്കുക. എന്താ അത് കൊച്ചു കുട്ടികളെ പോലെ. എന്നെ പെരിഞ്ഞ് നിന്നിട്ടില്ലേ അവള്? അവള് കടൽ കടന്ന് പോകുന്നില്ലല്ലോ. ഏറിയ ഒരു 3 മണിക്കൂറിന്റെ ദൂരം അത്രല്ലേ ഉള്ളൂ. വരിക, അവര് യാത്ര അയക്കുക. വരിക.